ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹമുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങൾ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടു വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് റോമാലേഖനത്തിനകത്ത് പൗലോസ് പറയുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, അബ്രഹാമിന് 100 വയസ്സായി. അബ്രഹാമിൻ്റെ വയസ്സിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സഭയോട് എടുത്തു പറയുകയാണ്. 2, തൻ്റെ ശരീരം നിർജീവമായി പോയി. 100 വയസ്സുള്ള അബ്രഹാമിൻ്റെ ശരീരത്തിന് ഇപ്പോൾ അനുഭവിക്കുന്ന നിർജീവത്വമാണ്. 3-ാമത്തെ ഒരു കാര്യം പറയുന്നത് സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം. 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, പ്രായം. 2 പേരുടെയും ശാരീരികമായ നിർജീവത്വം. ഇത് സംഭവം അബ്രഹാം ഗ്രഹിച്ചിട്ടു. അവിടെ പറയുന്നുണ്ട് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആ പദം വളരെ ശ്രദ്ധേയമാണ്. ഗ്രഹിക്കുക. അബ്രഹാം മനസ്സിലാക്കി. എന്തുവാ മനസ്സിലാക്കിയത്? സാധ്യതയില്ല, നടക്കത്തില്ല. പക്ഷേ അപ്പോഴും വിശ്വാസികളുടെ പിതാവെന്ന് ദൈവം മുദ്രകുത്തിയ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുപോലെ നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്, ഒത്തിരി ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനത്തിനകത്ത് നിൽക്കുമ്പോൾ ദൈവം തരുന്ന പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ, യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് അടയ്ക്കുമ്പോൾ തൻ്റെ അകത്ത് കിടക്കുന്നൊരു സ്വപ്നമുണ്ട്. അത് മനുഷ്യൻ കൊടുത്തതല്ല. ആ ദർശനം മനുഷ്യൻ കൊടുത്തതല്ല. അത് തൻ്റെ സഹോദരന്മാരുടെ ഔദാര്യമല്ല, തൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഔദാര്യമല്ല. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അത് പ്രാപിച്ച യോസഫ് ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ആ വിശ്വാസം തന്നെ ആ ഫറവോൻ്റെ രാജ്യത്തിനകത്ത് 2-ാം മന്ത്രിസ്ഥാനത്ത് കൊണ്ടെത്തിച്ചെങ്കിൽ, പ്രിയരെ, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ഒരിടത്തും ക്ഷീണിക്കാതെ, ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് വിരോധമായിട്ടുണ്ട്, എന്നാൽ അതിനെയൊക്കെ ആത്മാവിലൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് വിളിച്ച ദൈവം വിശ്വസ്തനം തന്നെ ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ, ഒരുക്കത്തോടെ പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.